ശ്രീ ടി കെ എംസ ഇപ്പോൾ സലാമിൻ്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി തള്ളിപ്പറഞ്ഞു, സാദിഖ് അലി ശിഹാബ് തങ്ങൾ തള്ളിപ്പറഞ്ഞു, അവരൊക്കെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ഈ പ്രസ്താവന നടത്തിയ PMA സലാം മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് ഈ പ്രസ്താവന കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാകുമ്പോഴും തൻ്റെ വാക്കുകളെക്കുറിച്ച് ഒരക്ഷരം പറയാൻ തയ്യാറായിട്ടില്ല, പ്രസ്താവന പിൻവലിക്കാനും തയ്യാറായിട്ടില്ല. അത് മുസ്ലിം ലീഗിൽ ചില ആളുകൾ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ഇപ്പൊ തങ്ങളും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടും അയാൾ മാനസാന്തരം വരുന്നില്ലെങ്കിൽ അതേതാ ജാതി? നമ്മളെ ഡാർവിൻ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നാ. ആ പരിണാമ പ്രക്രിയ പൂർത്തിയാകാത്ത ചിലത് ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ലീഗിലാണ് പല കാലത്തും പല ജാതി ആളുകളുണ്ടാവും. പഴയ കാലത്ത് ഒരുപാട് നല്ല മാന്യന്മാരുണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പൊ ഇമാതിരി ഒന്നോ രണ്ടോ ആളിപ്പോ ലീഗ് കൊണ്ട് കിടക്കുന്നത്. അതിനൊന്നൊരു നമ്മളൊന്നും പറയാതിരിക്കല്ല നല്ലത്. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ തരം താഴുന്നത് എന്തിനാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ജനങ്ങൾ കൽപ്പിച്ചു നൽകിയ സ്ഥാനത്തും അധികാരത്തിലും ഇരുന്നു കൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അത് ഇവന് ഇഷ്ടമില്ല എന്ന് കരുതി എന്തും വിളിച്ചു പറയാന്നാണോ അതിന്റെ അർത്ഥം? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കരുതി ഇത്രയും മോശമായ തരം താണ ഒരു പ്രസ്താവന ഒരു സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. അയാൾ ആ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയും. ഞാൻ മനസ്സിലാക്കിയ ഞങ്ങളൊക്കെ നാട്ടുകാരാന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഓഫീസ് സെക്രട്ടറിയുടെ സ്ഥാനേ ലീഗ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അഭിനയിച്ചിങ്ങനെ പാർട്ടി സെക്രട്ടറി ആയി നടക്കാനാണ്. അപ്പൊ ആ ഒരു നിലവാരമേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതങ്ങനെ അവജ്ഞ കോടിയിലേക്ക് വിട്ട് കളഞ്ഞാൽ മതി. ശ്രീ ടി കെ എംസ, ഇപ്പോൾ ഈ പെട്ടെന്ന് പിണറായിക്കെതിരായിട്ടുള്ള ആ ഒരു പ്രകോപനം വരാനൊരു കാരണമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് നോക്കിക്കാണാവുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പര്യടനത്തിലാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അവിടേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാണാൻ എത്തുന്നത്. ഇത് മുസ്ലിം ലീഗിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. മുസ്ലിം ലീഗിനെയും BD സതീശന്റെ പാർട്ടിനെയും ഒക്കെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം സത്യമാണ്, സംഭവിക്കാൻ പോകുന്നതാണ്. മൂന്നാം പിണറായി വിജയൻ ഭരണം വരും കേരളത്തിൽ. അത് നാട്ടിൻപുറങ്ങളിലും അങ്ങ് ഖത്തറിലും ദുബായിലും ഒക്കെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആവേശവും പിന്തുണയും വർദ്ധിച്ചു വരുന്നു എന്ന സത്യം എതിരാളികൾക്ക് നോക്കിക്കാണാലോ. അതിൽ നിന്നുണ്ടായ വൈരാഗ്യവും നിരാശയും ഒത്തുചേർന്നപ്പോഴാണ് ഇത്തരം വ്യക്തിപരമായ നിലവാരമില്ലാത്ത പ്രസ്താവന കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. അത് ആ മനുഷ്യന്റെ സംസ്കാര ശൂന്യതയിൽ നിന്ന് വരുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് സമയം കളയേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ ടി കെ എംസ പ്രതികരിച്ചതിന്.